ഗൈസ് പുതിയ വീഡിയോ സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇതുണ്ടോ, നമ്മൾ കഴിക്കാൻ ഇതിൽ 10 കിലോ സിമെൻ്റാണ്. ഇതിൽ പിന്നെ എത്ര മണൽ അറിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് മണൽ എടുത്തിട്ടുണ്ട്, പിന്നെ 10 കിലോ സിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഉമ്മാക്കും വേണ്ടി ഒരു അടുപ്പുണ്ടാക്കി കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇങ്ങനെ ശരിക്കും കൊത്തല്ല കേട്ടോ, നല്ല അടിച്ച് വാരിയാൽ മതി. അങ്ങനെ കൊത്തല്ലേ, ഈ ഇരുമ്പ് കണ്ടിങ്ങനെ വിടുന്നു വേറെ അല്ലേ. ചെരിച്ചെടുത്തോക്കെ, ചെരിച്ചെടുക്ക. ഇതിൻ്റെ നേരക്ക് എടുക്കുക, ഇതിൻ്റെ നേരക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് നല്ല ഇതിൻ്റെ നേർക്ക് നമ്മളൊന്ന് കുജാക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് കുറച്ച് ഉറപ്പുള്ള മണ്ണായി മാറണം, എന്നാലേ നമുക്ക് സെറ്റാകും. കുറച്ച് ഉറപ്പുള്ള മണ്ണാവണ വരെ അടിക്ക് നമ്മളിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം. ഗൈസ് അപ്പോൾ നമ്മൾ ഈ ഒരു കല്ലെടുക്കാൻ പോകുന്നത്. ഈ കല്ല് നമ്മൾ പൊടിച്ചോ, എന്നിട്ട് ഈ പോർഷനിൽ അങ്ങോട്ട് വെച്ചു കൊടുക്കുക. ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കട്ടോ. അത് നമ്മൾ മണ്ണെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഗൈസ് അപ്പോൾ ഈ മണ്ണ് നമ്മൾ ഇങ്ങനെ എടുത്തു കൊടുക്കട്ടോ. ഇനി നമ്മൾ ഈ മണലാണ് ശരി കേട്ടോ. നമുക്ക് ആദ്യം കുറച്ചൊക്കെ മതി, ആദ്യം കുറച്ച് മണലും സിമെൻറ്റും മതി കേട്ടോ. സിമെൻറ്റ് കൈ മാറ്റി കഴിഞ്ഞാൽ പൊള്ളു. ഗൈസ് അപ്പോൾ നമ്മൾ ഈ സിമെൻറ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. സിമെൻറ്റ് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് തോനടണം. ഈ മണൽ കുറേ ഉണ്ടായതുകൊണ്ട് കുറച്ച് സിമെൻറ്റ് വേണം കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഇതാക്കി കൊടുക്കട്ടോ. നമ്മൾ സിമെൻറ്റ് മണൽ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക, ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക.
ഇനി ഇതിൽ നമ്മൾ ഈ ഹോളിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളം ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. വെള്ളം നന്നായി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇവിടുന്ന് പൊട്ടിപ്പോകും. ഇത് ശരിക്കും പൊട്ടാൻ പാടില്ല. കുഞ്ഞോനെ കുറച്ച് വെള്ളം എടുത്താൽ നമ്മൾ അടിയത്തെ വെള്ളം നനച്ചു കൊടുക്കാൻ മറന്നു കേട്ടോ. ഈ അടിഭാഗത്തുള്ള വെള്ളം നമ്മൾ നനച്ചു കൊടുക്കാൻ മറന്നിട്ട് ആകെ ഇപ്പോൾ പൊടിയൊക്കെ നമുക്ക് സിമെൻറ്റ് നമുക്ക് ആവും കേട്ടോ. അപ്പോൾ നമ്മൾ അത് സൂക്ഷിക്കണം ഫസ്റ്റ് തന്നെ. നമ്മൾ ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ കല്ല് വെച്ച് കൊടുത്തിട്ട് ഇവിടെ സിമെൻറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ നന്നായി സിമെൻറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ വല്ല ഇട്ടിട്ടില്ല, അവിടെ നമുക്ക് ലാസ്റ്റ് ഇടാം. ഇവിടെ ഫുൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് മണ്ണ് ഇടാവുള്ളതാണ്. അപ്പോൾ അവിടെ ഇട്ടിട്ടു ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു കല്ല് നമുക്ക് ഇത്ര വലിപ്പം മതി. ഇവിടുന്ന് നേരെ ഒരു ഇത്ര മതി കേട്ടോ. അപ്പോൾ നമ്മളൊരു കട്ട കല്ല് ഇവിടെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. നല്ല അടിഭാഗത്ത് നല്ല ഹോൾഡ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് മണ്ണങ്ങോട്ട് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അടിഭാഗത്തേക്ക് ഒരു ഹോളിട്ട് കൊടുക്കണം. ഈ ഹോളിട്ട് കൊടുക്കില്ല, ഹോൾ അടച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് സിമെൻറ്റ് ഇടാം. കുറച്ച് സിമെൻറ്റ് എടുത്തിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇത് നന്നായി ഇവിടെ ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കുക. നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുക. നന്നായി തേച്ചിട്ട് അടിഭാഗത്തും ഇതുപോലെ കുറച്ചിട്ട് കൊടുക്കുക. നമ്മൾ മണ്ണായതുകൊണ്ട് നമ്മൾ വല്ലാതെ തേച്ച് കൊടുക്കണില്ല. അടിഭാഗത്ത് തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഭാഗത്തായിട്ട് നമ്മളൊരു കുഴി കുത്തി കൊടുക്കണം. ഈ സാധനം മറിഞ്ഞാണ്, വേറൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ സിമെൻ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ തുറക്കാനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ ചട്ടകത്തിൽ നമ്മൾ കുറച്ച് കൊണ്ടുപോവുക. എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നല്ല ഇതിൽ സിമെൻ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ഇട ഉണ്ടോ, ഈ ഇട നമ്മൾ സിമെൻറ്റ് നിറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഈ സിമെൻറ്റ് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഫില്ലാവണ വരെ സിമെൻറ്റ് ഇടുക. നമ്മൾ മണ്ണ് വെച്ചിക്കാണ്ട് ഇത് ചെയ്യാൻ കരുതിയിരുന്നത്, പിന്നെ നമ്മൾ സിമെൻറ്റ് ആക്കിയതാണ്. കാരണം കഴിഞ്ഞ കുറി മണ്ണുകൊണ്ട് അടുപ്പുണ്ടാക്കിയപ്പോൾ ഇത് പൊളിഞ്ഞു പോന്നു. അപ്പോൾ നമ്മൾ സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയാണ്. നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഫുള്ളായിട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് നമ്മളിത് എന്തിനാ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് വേണമെങ്കിൽ ഇത് താഴത്തേക്കാക്കി വെക്കുന്നു. നമ്മൾ കുറച്ച് കനം കൂടാൻ വേണ്ടിയിട്ടിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കുറച്ച് കനം കൂടും, ടൈറ്റാവും. നമ്മൾ സിമെൻ്റ് ഇട്ട ശേഷം ഇതിങ്ങനെ ഇതങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതും അതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം.
കനം കൂടിക്കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് ടൈറ്റാവും, ഇളകൂല. പിന്നെ അതിന് വേണ്ടിയാട്ടോ നമ്മളിങ്ങനെ ചെയ്യണം. മറ്റേത് ഒരു സിമെൻറ്റ് കല്ലാണെന്ന് പറയൂല, കാരണം പഴയ കാലത്തെ കല്ലായതുകൊണ്ട് അത് പൊട്ടിക്കണ്. അത് കുറച്ച് കനം കൂടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണം. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ പാർട്ട് 1 പാർട്ട് 2 ആയിക്കാണ്ട് കാരണം ഞാൻ യൂട്യൂബിലിടുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പാർട്ട് 1 ആയിരിക്കും കേട്ടോ. വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ പാർട്ട് 2 ഇതിൻ്റെ വരുന്ന കാരണം ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്ര ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കുത്തി പൊട്ടിക്കുക. എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ ബൈ.